2025 ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ അക്കാഡമി അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അനോറയും ബ്രൂട്ടലിസ്റ്റുമൊക്കെ നിറഞ്ഞാടിയ ഒരു അക്കാഡമി അവാർഡാണ് കഴിഞ്ഞു പോയത്. അക്കാഡമി അവാർഡിൻ്റെ വിന്നേഴ്സ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന PSC പരീക്ഷയിൽ ഒരു മാർക്ക് നമുക്ക് നേടിത്തരുന്ന ഒരു ഭാഗമായിരിക്കും. വളരെ പെട്ടെന്ന് ചുരുക്കത്തിൽ നമുക്ക് 2025 ഓസ്കാർ അവാർഡ് വിജയികളെ നമുക്ക് പരിശോധിക്കാം. മികച്ച ചിത്രം അനോറയാണ്. അനോറ നിർബന്ധമായും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട പേരാണ്. ഒരുപാട് അക്കാഡമി അവാർഡുകൾ അനോറ ഈ വർഷം കരസ്ഥമാക്കിയിരിക്കുന്നു. ബെസ്റ്റ് പിക്ചർ അനോറയാണ്. അതേപോലെ മികച്ച നടൻ ബെസ്റ്റ് ആക്ടർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അഡ്രിയാൻ ബ്രോഡി. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ പ്രകടനത്തിന് അഡ്രിയാൻ ബ്രോഡിയാണ് മികച്ച നടൻ. എന്നാൽ മികച്ച നടി അനോറയിലെ മൈക്കി മാഡിസൺ ആണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കുന്നത് അനോറ സിനിമയിൽ. മികച്ച സഹനടൻ കീരൻ കൽക്കിൻ, എ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് വേണ്ടി മികച്ച സഹനടനായിട്ടുള്ള അക്കാഡമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് കീരൻ കൽക്കിനാണ്. മികച്ച സഹനടി സോയി സൽദാന, എമിലിയ പെരേസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സോയി സൽദാനയാണ് മികച്ച സഹനടിയായിരിക്കുന്നത്. മികച്ച സംവിധായകൻ നാലോളം അവാർഡുകൾ ഇന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട്. അനോറയുടെ സംവിധായകനായിട്ടുള്ള ഷോൺ ബേക്കറാണ് 2025 ഓസ്കാർ അവാർഡിലെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച ഛായാഗ്രഹകൻ അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫർ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ലോൽ ക്രാളിയാണ്. അതേപോലെ മികച്ച ഒറിജിനൽ സ്കോർ അതും ബ്രൂട്ടലിസ്റ്റിൻ്റെ ഡാനിയൽ ബ്ലൂംബർഗ് എന്ന് പറയുന്ന അവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച ഒറിജിനൽ തിരക്കഥ വീണ്ടും അനോറയ്ക്ക് തന്നെയാണ്. ഷോൺ ബേക്കറിനാണ് മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള ഒറിജിനൽ സ്ക്രീൻ പ്ലേ അവാർഡ് നേടിയിരിക്കുന്നത്. മികച്ച അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ അവലംബിത തിരക്കഥയ്ക്ക് കോൺക്ലേവ് എന്ന് പറയുന്ന സിനിമക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്. മികച്ച ശബ്ദ സംവിധാനവും മികച്ച വിഷ്വൽ എഫക്റ്റിനുമുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡ്യൂൺ പാർട്ട് 2-നാണ്. ഡ്യൂണിനാണ് മികച്ച സൗണ്ടിനും മികച്ച വിഷ്വൽ എഫക്ട്സിനുമുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഒറിജിനൽ ഗാനം എമീലിയ പെരീസ് എന്ന് പറയുന്ന സിനിമയിലെ എൽ മാൽ എന്നുള്ളതാണ് ഈ വർഷത്തെ മികച്ച ഒറിജിനൽ സോങ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്രസീലിൽ നിന്നുള്ള ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മികച്ച എഡിറ്റിംഗ് വീണ്ടും അനോറ തന്നെ നേടിയിരിക്കുന്നു, ബെസ്റ്റ് എഡിറ്റിംഗ്. അതേപോലെ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്നുള്ള ഡോക്യുമെൻ്ററി ഷോർട്ടായിട്ടുള്ളത് ദ ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നോ അതർ ലാൻഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മികച്ച ആനിമേറ്റഡ് ഫിലിം ഫ്ലോ ആണ്. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ ആണ്. അതേപോലെ ബെസ്റ്റ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് എന്ന് പറയുന്നതാണ്. തീർച്ചയായിട്ടും ഈ അവാർഡുകൾ ഓർമ്മിച്ചു വെക്കുക. വരാൻ പോകുന്ന പരീക്ഷകളിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്.